సిఐటియు 18వ ఆల్ ఇండియా మహాసభల సందర్భంగా దేశవ్యాప్తంగా కార్మికులు విశాఖపట్నంకి చేరుకున్నారు. గత 4 రోజుల నుంచి ఈ యొక్క మహాసభల చర్చల్లో పాల్గొన్నారు. అందులో భాగంగా కేరళ నుంచి మనకు టిపి రామకృష్ణన్ గారు, ఆయన కేరళ ఎక్స్ మినిస్టర్, లేబర్ అండ్ ఎక్సైజ్కి మినిస్టర్గా చేశారు. కేరళ అంటేనే దేశంలోనే ఒక ప్రత్యేకం, చదువులో కావచ్చు, వర్కర్స్కి కావచ్చు, ప్రతి దానికి కూడా ఒక రోల్ మోడల్ కేరళ. అటువంటి కేరళలో వాళ్ళు ఎటువంటి విధానాలు ఇంప్లిమెంట్ చేశారు, కేరళలో ఎటువంటి కార్మికుల కోసం సంక్షేమం కోసం పాటుపడ్డారు, ఏ విధంగా అక్కడ ప్రభుత్వ రంగ సంస్థలను కూడా కేంద్ర ప్రభుత్వం ప్రైవేటు పరం చేస్తుంటే కేరళ గవర్నమెంట్ మాత్రం మేము తీసుకొని మేము నడుపుతాము అని చెప్పి కేరళ ప్రభుత్వం చెప్తుంది, చేస్తుంది కూడా. అటువంటి కేరళ నుంచి మనకు వచ్చిన ప్రముఖ వ్యక్తి టిపి రామకృష్ణన్ గారు. ఆయన ద్వారా కొన్ని విషయాల్ని ఆయన మలయాళంలో చెప్తారు, మనం అర్థం చేసుకునే ప్రయత్నం చేస్తూ. सर नमस्ते। जो केरला गवर्नमेंट बोले तो टोटल इंडिया में डिफरेंट, दैट इज़ द फैक्ट। एजुकेशन में प्लस में रहेंगे और रोजगारी आदमी को प्लस में, एवरी सेक्टर इज फर्स्ट है। बट उसी तरह इम्प्लीमेंट करने का कैसा पॉसिबिलिटी होता है हमारे केरला गवर्नमेंट? I am T.P. Ramakrishnan, President of Kerala CIT. I am very sorry I cannot speak in English, so I am speaking in my mother tongue, Malayalam. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് രാജ്യത്താകമാനം മാതൃകയാണ്. തൊഴിലാളികളെയും സാധാരണ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. തൊഴിൽ മേഖലയിൽ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, ബദൽ നിലപാടുകൾ ഉയർത്തുന്ന ഇന്ത്യയിലെ ഏക ഗവൺമെൻറ്റാണ് കേരളത്തിലെ LDF ഗവൺമെൻറ്. അവിടെ ജോലി ചെയ്തു വന്നിരുന്ന, ഇവിടെ ജോലി ചെയ്യുന്ന, കേരളത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികളോടും ഒരേ നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ ഏകദേശം ഒരു 10 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിലുള്ള തൊഴിലാളികൾ കേരളത്തിൽ ജോലി ചെയ്തു വരുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളെ കേരള ഗവൺമെൻറ് പരിഗണിക്കുന്ന അതിഥി തൊഴിലാളികളായ, അതാണ് കേരളത്തിലെ തൊഴിലാളി വർഗത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രത്യേകത. സ്വന്തം സഹോദരങ്ങളെ പോലെ സ്വീകരിക്കുന്ന തൊഴിലാളികളാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ. ആ തൊഴിലാളികൾക്ക് വേണ്ടി ഗവൺമെൻറ് ചില പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ജോലി ചെയ്യുന്ന മൈഗ്രൻ്റ് വർക്കേഴ്സ്, അവർക്ക് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടാൽ 2 ലക്ഷം രൂപ കേരള ഗവൺമെൻറ് അവരുടെ കുടുംബത്തിന് കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട്. തൊഴിലാളിക്ക് അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ സർക്കാർ ആശുപത്രിയിൽ 25,000 രൂപ വരെ ചെലവ് വരുന്ന ചികിത്സ സൗജന്യമാണ്. അവിടെ മരണപ്പെടുന്ന തൊഴിലാളിയുടെ മൃതശരീരം അവരുടെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ആനുകൂല്യങ്ങൾ, അതിൻ്റെ ചെലവ്, നാട്ടിലെത്തിക്കുന്നതിന് വേണ്ട ചെലവ് കേരള ഗവൺമെൻറ് വഹിക്കുകയാണ്. കോവിഡ് പീരീഡ് വന്ന സമയത്ത് തൊഴിൽ മേഖല ആകെ സ്തംഭിക്കുന്ന നില വന്നു. അപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അവർക്ക് ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ജനങ്ങളുടെ സഹായത്തോടു കൂടി നൽകുന്നതിനുള്ള നടപടി സ്വീകരിച്ചു. തീവണ്ടിയിലേക്ക്, അവർക്ക് ട്രെയിനിൽ യാത്രയ്ക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അവർക്ക് യാത്രയപ്പ് നൽകി. അവർക്ക് മരുന്ന്, വെള്ളം, ഭക്ഷണം എല്ലാം അവർക്ക് നൽകിക്കൊണ്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് ഈ മൈഗ്രൻ്റ് വർക്കേഴ്സിനെ ചേർത്തുപിടുത്തത് എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ഈ നിലയിൽ കേരളത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ വിഭാഗം ആളുകളെയും കേരള ഗവൺമെൻറ് ചേർത്ത് പിടിക്കുക. ഇവിടെ ഇന്ന് ഇന്ത്യക്കകത്ത് വളരെ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ലേബർ കോഡിൻ്റെ പ്രശ്നത്തിൽ കേരള ഗവൺമെൻറ് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ നിലപാട് വ്യക്തമാക്കുന്ന ഒരു ലേബർ കോൺക്ലേവ് എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളുടെയും പ്രതിനിധികളെയും ഇതര സംസ്ഥാനങ്ങളിലെ തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരെയും ചേർത്ത് നിർത്തി ഒരു ലേബർ കോൺക്ലേവ് അഖിലേന്ത്യാ തലത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് സംഘടിപ്പിക്കേണ്ട. അതിൽ കേരളം എടുത്ത മുൻകൈ, ഈ നിയമത്തെ എങ്ങനെ മറികടക്കാം, നിയമപരമായിട്ട് എങ്ങനെ മറികടക്കാം, ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് തൊഴിൽ മേഖലയിലെ വിദഗ്ധരെ അടങ്ങുന്ന ഒരു നിയമവിദഗ്ധരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ച്
പഠനം നടത്തുന്നതിന് വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കേരള ഗവൺമെന്റ് തൊഴിലാളികൾക്കെതിരായി ഏതെങ്കിലും തരത്തിലുള്ള റൂൾസ്, ചട്ടങ്ങൾ തയ്യാറാക്കുന്ന നിലപാട് കേരള ഗവൺമെന്റ് സ്വീകരിക്കില്ല. തൊഴിലാളികളുടെ ഒരവകാശങ്ങളും നിഷേധിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അവിടെ ഈ തൊഴിൽ മേഖലയിൽ തൊഴിൽ സമയങ്ങൾ വർദ്ധിപ്പിക്കുക, അതുപോലുള്ള മിനിമം വേജ്, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ 87 മേഖലകളിൽ മിനിമം വേജ് ഉണ്ട്. ലേബർ കോഡ് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ മിനിമം വേജ് നിലനിൽക്കില്ല. അപ്പോൾ ഈ മിനിമം വേജിന് പ്രൊട്ടക്ഷൻ നൽകുന്ന നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഒരു കാരണവശാലും കേരളത്തിലെ തൊഴിലാളികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവകാശങ്ങൾ തട്ടിപ്പറിച്ചെടുക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് കേരള ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഇത് മാത്രമല്ല, കേരള ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രശ്നം, ഈ സ്വന്തമായി വീട് നിർമ്മിക്കാൻ കഴിയാത്ത ധാരാളം കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. അവർക്കെല്ലാം സ്വന്തമായി വീട് ഈ 10 വർഷക്കാലത്തിനിടയിൽ 5 ലക്ഷത്തിൽ പരം വീടുകൾ സർക്കാർ നിർമ്മിച്ച് നൽകി കഴിഞ്ഞിട്ടുണ്ട് സ്വന്തമായി. ഇത് കേരള ഗവൺമെന്റ് സ്വീകരിക്കുന്ന പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളോടുള്ള സമീപനത്തിന്റെ ഭാഗമാണ്. കേരളം ഇപ്പോൾ കഴിഞ്ഞ നവംബർ 1-ാം തീയതി ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. കേരളം നടത്തിയ പരിശോധനയിൽ 64,006 കുടുംബങ്ങൾ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെന്ന് കണ്ടെത്തി. സ്വന്തമായി വീടില്ല, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല, പട്ടിണി കിടക്കുന്നവരാണ്, റേഷൻ കാർഡില്ല. അങ്ങനെയുള്ള അതിദാരിദ്ര്യത്തിന്റെ ഘടകങ്ങൾ ഏതാണെന്ന് പരിശോധിച്ച് കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ അതിനെല്ലാം പരിഹാരമുണ്ടാക്കി. ഈ കഴിഞ്ഞ നവംബർ 1-ാം തീയതി കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് കേരളം മാത്രമാണ്, ഈ മാതൃക കേരളം മാത്രമാണ്. ലോകത്തിൽ ദരിദ്രരില്ലാത്ത ഏക രാജ്യം ചൈനയാണ്. ചൈന കഴിഞ്ഞാൽ അതിദാരിദ്ര്യം അവസാനിച്ച ഏക സംസ്ഥാനം കേരളമാണ്. ഇത് ലോക ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ് കേരളം. ഇതാണ് കേരള ഗവൺമെന്റിന്റെ നിലപാട്. അപ്പം എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും കൈവശരേഖ, ഈ നിലപാട് കേരള ഗവൺമെന്റ് സ്വീകരിക്കുന്നു. ഇങ്ങനെ എല്ലാ മേഖലകളിലും സാധാരണ ജനങ്ങളെ ചേർത്ത് നിർത്തി അവർക്ക് സംരക്ഷണം നൽകുന്ന നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. വീണ്ടും കേരളം ഒരു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തുടർ ഭരണം ഏൽപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് കേരളത്തിലെ ജനങ്ങൾ ഇതിനകം സ്വീകരിച്ചിട്ടുള്ളത്. 2016-2021 ഭരണമുണ്ടായി. 2021 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 2016 91 MLAs ആണ് ഉണ്ടായിരുന്നെങ്കിൽ 2021 അത് 98 ആയിട്ട് ഉയർന്നു. അപ്പോൾ 98 ഉയർന്നു. ഇത് ഒരു വളർന്നു വരുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതികരണത്തിന്റെ ഒരു നാന്ദിയാണിത്. കൂടുതൽ ശക്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ അനുഭവങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഉയർന്നു വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരുപാട് അടിസ്ഥാനരഹിതമായ പ്രശ്നങ്ങൾ, നുണകൾ പ്രചരിപ്പിച്ചു. അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങൾ അവിശ്വസിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. ഇതെല്ലാം സൂക്ഷ്മതലത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പരിശോധിച്ച് ഞങ്ങളുടെ ഭാഗത്ത്, ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗത്ത് ഏതെങ്കിലും കുറവുകളുണ്ടോ, തെറ്റുകളുണ്ടോ എന്നുള്ളത് ജനങ്ങളിൽ നിന്ന് പരിശോധിച്ച് മനസ്സിലാക്കി ആ തെറ്റുകളെല്ലാം തിരുത്തി മുമ്പോട്ട് പോവുക എന്ന നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ഞങ്ങൾക്ക് പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും ജനങ്ങൾക്ക് വേണ്ടി തിരിച്ചു വരും എന്നുള്ളത്. എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ലഭിക്കും എന്നുള്ളത് തന്നെയാണ് തൊഴിലാളി വർഗത്തിന്റെ ഇടയിലുള്ള അനുഭവം. सेंट्रल गवर्नमेंट में ऑल गवर्नमेंट सेक्टर्स को प्राइवेट कर देते हैं, पर कि ये देश में दूसरे राज्य में काम भी नहीं चलेगा. एक केरला में गवर्नमेंट सेक्टर्स को बेचने के लिए हम खरीद के उनको चलाते हैं. ये कैसा पॉसिबिलिटी है? കേന്ദ്ര ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന നിലപാടുകൾ തുടരുകയാണ്. വളരെ അപകടകരമായ ഒരു പ്രവണതയാണ്. ധനകാര്യ മേഖലയിൽ പൊതു ഉടമസ്ഥതയിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളെ സംയോജിപ്പിക്കുക, ലയിപ്പിക്കുക എന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട്. പബ്ലിക് സെക്ടർ യൂണിറ്റുകളെല്ലാം തകർക്കുന്നതിന് വഴിയൊരുക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. പബ്ലിക് സെക്ടർ യൂണിറ്റുകൾ ചുരുങ്ങിയ വിലയ്ക്ക് കോർപ്പറേറ്റ് കുത്തകകൾക്ക് നൽകുക എന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഈ നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളം സ്വീകരിക്കുന്നത്
പബ്ലിക് സെക്ടറിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള തിരുവനന്തപുരം എയർപോർട്ട് വിൽക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആവശ്യപ്പെട്ടു, എയർപോർട്ട് സ്റ്റേറ്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് നടത്താം. പക്ഷേ കേന്ദ്രം അനുവദിച്ചില്ല. കേന്ദ്രത്തിന് ഏൽപ്പിക്കാതെ വന്ന സമയത്ത് ഇത് സംബന്ധിച്ച പ്രശ്നങ്ങൾ കോടതിയുടെ മുമ്പാകെ വന്നപ്പോൾ കേരളം കോടതിയിൽ വാദിച്ചു ഈ എയർപോർട്ട് കേരളം നടത്താൻ. പക്ഷേ കോടതിയും ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടിനനുസൃതമായി കുത്തകകൾക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇന്ന് തിരുവനന്തപുരം എയർപോർട്ട് അദാനിയുടെ കൈവശമാണുള്ളത് എന്നുള്ളതാണ് സ്ഥിതി. മറ്റൊരു അനുഭവം കേരളത്തിലുള്ളത്, അവിടെ കോട്ടയം ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു പേപ്പർ മില്ലുണ്ട്. ഇന്ത്യയിലെ ഏക പൊതുമേഖലയിലുള്ള ഒരു പേപ്പർ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനമാണ്. അത് ദീർഘകാലമായി പൂട്ടിയിട്ട് വിൽക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്കാണ് അതിന്റെ മാനേജ്മെന്റ് പോയത്. കേരള ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾ കേരള ഗവൺമെന്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ പേപ്പർ ഫാക്ടറി കേരള ഗവൺമെന്റ് നടത്താം. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകിയില്ല. ഈ പ്രശ്നത്തിൽ ഞങ്ങൾ കോടതിയെ സമീപിച്ചു. കോടതിയിൽ നിന്ന് ഇത് കേരള ഗവൺമെന്റ് നടത്തുന്നതിന് അനുകൂലമായ വിധി വന്നു. ഇപ്പോൾ ഇന്ത്യയിലെ ഏക പൊതുമേഖലാ സ്ഥാപനം പേപ്പർ വ്യവസായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ വ്യവസായമായി കോട്ടയത്ത് പ്രവർത്തിക്കുന്ന വെള്ളൂർ ന്യൂസ് പ്രിന്റ്, അവിടുത്തെ പേപ്പർ കമ്പനി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒരെണ്ണം പോലും വിറ്റിട്ടില്ല. അത് എല്ലാം ലാഭത്തിലേക്ക് ഉയർന്നു വരികയാണ്. കേന്ദ്ര ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുമ്പോൾ, ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പോലും വിൽക്കുമ്പോൾ കേരള ഗവൺമെന്റ് ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക എന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ജനങ്ങൾ തൊഴിലാളികളുടെ വലിയ പിന്തുണയാണ്. കൂട്ടാൻ ശ്രമിക്കുന്ന സ്ഥാപനങ്ങൾ, അവിടുത്തെ തൊഴിലാളികൾ സംഘടനാപരമായ വ്യത്യാസമില്ലാതെ INTUC ഉൾപ്പെടെ എല്ലാ സംഘടനകളും ആവശ്യപ്പെടുന്നത് സ്ഥാപനം നടത്താൻ കേരള ഗവൺമെന്റിനെ ഏൽപ്പിക്കണമെന്നാണ്. അപ്പൊ അങ്ങനെ ഒരു അംഗീകാരം തൊഴിലാളികളുടെ ഇടയിൽ വാങ്ങിയെടുക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പബ്ലിക് സെക്ടർ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ കേരളം മാത്രമാണ് ഇന്ത്യക്ക് മാതൃകയായിട്ട് നിൽക്കുന്നത്. ഒരു ബദൽ നിലപാട് രാജ്യത്തിന് മുന്നിൽ ഉയർത്തുന്നത് കേരളം മാത്രമാണ്. അതാണ് ഇന്ന് കേരളത്തിന്റെ അനുഭവം. सेंट्रल गवर्नमेंट ने लेबर कोड्स लाया, बाद में जी राम जी का कानून 2 लाए. लेबर कोड्स तो केरला में इम्प्लीमेंट नहीं करते बोल को केरला गवर्नमेंट ने एक स्टैंड पे ले लिए है. जी राम जी का हालचाल कैसा है, उसके वजह से लॉसेस क्या है? ഈ ലേബർ കോഡിന്റെ പ്രയോഗം തന്നെ തൊഴിലാളികൾക്ക് വിരുദ്ധമാണ്. കോർപ്പറേറ്റുകളുടെയും കുത്തകകളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യയിൽ ഇന്ന് നിലവിൽ തൊഴിലാളികൾക്ക് അനുകൂലമായ 29 നിയമങ്ങൾ റദ്ദ് ചെയ്തു. 29 നിയമങ്ങൾ റദ്ദ് ചെയ്ത് പകരം 4 ലേബർ കോഡുകൾ സ്ഥാപിക്കുക. ആ ലേബർ കോഡുകൾ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിനിമം വേജ് ഉണ്ടാവില്ല. ഫ്ലോർ വേജ് ആണ് കേന്ദ്ര ഗവൺമെന്റ് ഇതിന്റെ ഭാഗമായി മുന്നോട്ട് വെക്കുന്നത്. എങ്ങനെയാ ഫ്ലോർ വേജ് നടപ്പിലാക്കുക? ഇപ്പോൾ പറഞ്ഞത് വളരെ തുച്ഛമായ 212 രൂപയോ മറ്റോ ആണ്. ഫ്ലോർ വേജിന്റെ ഭാഗമായി ഇവിടെ ഈ തൊഴിൽ മേഖലയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നിലപാടുകൾ എടുത്തിട്ടുള്ളത്. ഒരു കാരണവശാലും തൊഴിലാളികളുടെ ഇന്നത്തെ കൂലി വ്യവസ്ഥ അംഗീകരിക്കാൻ 700 രൂപ എങ്കിലും ആയിരിക്കണം ഏറ്റവും ചുരുങ്ങിയ കൂലി എന്ന നിലപാട് മുന്നോട്ട് വെക്കുമ്പോൾ നിലവിലുള്ള മിനിമം കൂലി സംരക്ഷിക്കാൻ തയ്യാറാകാത്ത സമീപനമാണ് ലേബർ കോഡിന്റെ ഭാഗമായി വരുന്നത്. കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലാകമാനമുള്ള തൊഴിലാളികൾ 8 മണിക്കൂർ ജോലി വ്യവസ്ഥ അംഗീകാരം നേടിയിട്ടുള്ളതാണ്. 8 മണിക്കൂർ ജോലി വ്യവസ്ഥയുടെ അടിസ്ഥാനം 1886 ചിക്കാഗോ കേന്ദ്രമായി നടത്തിയ തൊഴിലാളി പോരാട്ടമാണ്. മെയ് ദിന പോരാട്ടം. മെയ് ഡേ ഇന്ന് ലോകത്തിലെ എല്ലാ ഭാഗത്തും അവധി ദിനമാണ്. ആ മെയ് ദിന പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ലോകത്തിലെ തൊഴിലാളികൾ 8 മണിക്കൂർ ജോലി വ്യവസ്ഥ അംഗീകരിക്കപ്പെട്ടത്. അതാണ് തകർക്കാൻ പോകുന്നത്. 12 മണിക്കൂർ വരെ ജോലി സമയം ഉയർത്തുന്ന നിലപാടാണ് ലേബർ കോഡ് മുന്നോട്ട് വെക്കുന്നത്. ഇത് തൊഴിലാളികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളുടെ വലിയ നിഷേധമാണ്. അതുകൊണ്ട് ഒരു തരത്തിലും ലേബർ കോഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അവർ നിയമം പാസ്സാക്കി കഴിഞ്ഞിട്ടുണ്ട്. പാർലമെന്റിൽ ഇടതുപക്ഷ MP-മാർ ഒഴിച്ചുള്ള എല്ലാ MP-മാരും കോൺഗ്രസ് ഉൾപ്പെടെ ലേബർ കോഡ് പിന്തുണച്ചിട്ടുണ്ട്. ഫെബ്രുവരി മാസം 12-ാം തീയതി ലേബർ കോഡിനെതിരായി രാജ്യത്താകമാനമുള്ള തൊഴിലാളികൾ പണിമുടക്കുന്നു. ലേബർ കോഡ് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന നിലപാടാണ് കേരളം സ്വീകരിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തുന്ന ഒരു പ്രസ്താവന കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നേരത്തെ തന്നെ കോൺക്ലേവിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവൺമെന്റിന്റെ നിലപാടും ഈ കാര്യത്തിൽ വ്യക്തമാണ്. അതുകൊണ്ട് ലേബർ കോഡ് കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് കേരളത്തിലെ തൊഴിലാളികൾ ഇന്ന് നിൽക്കുന്നത്. ये CITU ऑल इंडिया 18th कॉन्फ्रेंस है.
आप कैसे तरह से सामने को जा रहे हैं अगले 3 साल में? क्या क्या निर्णय कार्मिकों के लिए हम कर रहे हैं? CITUവിന്റെ പൊതു നിലപാട് തൊഴിലാളി വർഗം ഐക്യപ്പെടണമെന്നുള്ളതാണ്. ओके അതിൽ കക്ഷി രാഷ്ട്രീയം പരിഗണിക്കപ്പെടുന്നേയില്ല. എല്ലാ വിഭാഗം തൊഴിലാളികളും ഒന്നിച്ചു നിന്ന് തൊഴിലാളികൾക്കെതിരായിട്ടുള്ള ഈ കടന്നാക്രമണത്തെ എതിർക്കണം. ഈ ഐക്യപ്രസ്ഥാനം ഇന്ത്യയിൽ വളരെ വേഗതയിൽ ശക്തിപ്പെടുകയാണ്. അതിന് സഹായകരമായ നിലപാടാണ് CITUവിന്റെ 18ാം അഖിലേന്ത്യാ സമ്മേളനം സ്വീകരിക്കുന്നത്. 12ാം തീയതി ഫെബ്രുവരി 12 നടക്കുന്ന പണിമുടക്ക് സമരം വിജയിപ്പിക്കാനും തുടർന്ന് രാജ്യവ്യാപകമായി തൊഴിലാളികളുടെ അവകാശങ്ങൾ, പ്രത്യേകിച്ച് തൊഴിലിനുള്ള അവകാശം, തൊഴിലോടൊപ്പം തന്നെ അവർ തൊഴിലാളികൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൂലിയും സമയം ഇതുപോലുള്ള വ്യവസ്ഥകൾ അംഗീകരിച്ച് ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി എല്ലാ വിഭാഗങ്ങളെയും യോജിപ്പിച്ചുകൊണ്ടുള്ള അതിശക്തമായ പോരാട്ടം ഇന്ത്യക്കകത്ത് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് CITUവിന്റെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഇതുവരെ നടത്തിയ ചർച്ചയിലൂടെ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നം. ഇത് ഇന്ത്യയിലാകമാനമുള്ള തൊഴിലാളി വർഗത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇതുപോലെയുള്ള ഒരു యునైటెడ్ മൂവ്മെന്റ് రాజ్యത്തെ శక్తిപ്പെടുത്തിക്കൊണ്ട് మున్నోటు పోగానాണ് CITU పరిశ్రమిస్తుంది. ఓకే సార్, థ్యాంక్ యూ. ఈరోజు మన ఈ చర్చలన్నింటినీ కూడా రాబోయే రోజుల్లో మేము ఇంకా ముందుకెళ్తాము. కేరళలో మరింత అభివృద్ధి సాధించే విధంగా మేము ప్రయత్నం చేస్తాము. అక్కడ ఉండే కార్మికులకు, కర్షకులు అందరికీ కూడా కేరళ ప్రభుత్వం ఎల్లప్పుడూ అండగా ఉంటుంది అని చెప్తున్నారు మన మాజీ మంత్రి గారు. వారికి ధన్యవాదాలు తెలియజేస్తూ థ్యాంక్ యూ.